ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പ്രോൺസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. പ്രോൺസും മാങ്ങായും കൂടെ ഒക്കെ ഇട്ടിട്ട് സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 തണ്ട് കറിവേപ്പില, 4 പച്ചമുളക് അരിഞ്ഞത്, വലിയ എരിവൊന്നും ഉള്ളതല്ല, ഉള്ളി അരിഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോളയാണ് എടുക്കുന്നതെങ്കിൽ വളരെ ചെറിയ ഒരെണ്ണം മതി. ചുവന്നുള്ളി ആണെങ്കിൽ ഒരു 5 എണ്ണം ചെറുതായിട്ട് മുറിച്ചെടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക, അതായിരിക്കും കൂടുതൽ നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പാനിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മസാലപ്പൊടികളാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, എരിവുള്ള മുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ. നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടിയുടെ അളവ് കൂട്ടാവേ. ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഒന്ന് കുറച്ച് വയ്ക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, ഇത്രയുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാവേ. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെള്ളമാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് 2.5 കപ്പ് വെള്ളമാണ്. നിങ്ങൾക്ക് വേണ്ട ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇതുവരെ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടില്ല. ഇനി ഇതൊന്ന് അടുപ്പ് കത്തിച്ച് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമേ ഇതിലോട്ട് ഇനി ചെമ്മീനൊക്കെ ഇട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത് ഇതിന് മുമ്പുള്ള ചെമ്മീൻ്റെ റെസിപ്പിയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല. ഇതിലെ വെയിൻ എല്ലാം മാറ്റാണേ. ഇപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1/2 കിലോ ചെമ്മീനാണ്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീൻ ആയതുകൊണ്ട് അധികം വേവില്ല, പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ഞാൻ ഈ കൂട്ടത്തിൽ മാങ്ങ ഇട്ട് കൊടുക്കുന്നില്ല. മാങ്ങ 1-2 മിനിറ്റ് ഇതൊന്ന് തിളച്ചതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് ഒരുപാട് അങ്ങ് തിളപ്പിക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് റബ്ബർ പോലാവും. ഒരു 6-7 മിനിറ്റ് കൊണ്ട് ചെമ്മീൻ നന്നായിട്ട് വെന്ത് വരുവേ. അപ്പോൾ ഇതൊന്ന് തിളച്ചോട്ടെ, ഒന്നുകൂടെ ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് തുറന്നിട്ട് ഇതിലേക്ക് ആ മാങ്ങായും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 2 മാങ്ങയാണ്. തീരെ ചെറിയ 2 മാങ്ങയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന മാങ്ങയുടെ പുളിയുടെ ഒക്കെ അനുസരിച്ച് മാങ്ങ ചേർത്ത് കൊടുക്കാവൂ. മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇച്ചിരി നീളത്തിൽ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണേ. എന്നിട്ട് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. മാങ്ങയും കൂടെ ഒന്ന് വെന്ത് അതിൽ നിന്ന് പുളിയൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പിഴിഞ്ഞു വെക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തു വെക്കാൻ പോകുന്നത്. ഒരുപാട് അങ്ങ് കുറുകിയ തേങ്ങാപ്പാലല്ല, എന്നാൽ ഒത്തിരി അങ്ങ് ലൂസായിട്ടുള്ളതുമല്ല. ഒരിടയ്ക്ക് നിൽക്കുന്ന ഒരു തേങ്ങാപ്പാലാണ് ഇതിലേക്ക് വേണ്ടത്. ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ആയി വരട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ സമയം ചെമ്മീൻ കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാവുന്നതാണ്. റബ്ബർ പോലെ ആക്കി എടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അതിന് മുമ്പായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, ചെമ്മീൻ വെന്തിട്ടുണ്ട്, മാങ്ങയുടെ പുളിയൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം എല്ലാം പാകത്തിനുണ്ട്. ഇനി ഇതിലേക്ക് ആ തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുത്ത കറി റെഡിയാണ്. അപ്പം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് അധികം വിട്ട് തിളപ്പിക്കേണ്ട. ഒന്ന് പത വന്നാൽ അപ്പോഴേ തന്നെ ഓഫ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ടെന്നാണെങ്കിൽ ആദ്യം നമ്മൾ ചേർത്ത് 2.5 കപ്പ് വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചാൽ മതി കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് സൂപ്പറാണ്. ഇപ്പോൾ ഇത് തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കടുക് പൊട്ടിക്കുന്ന പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മതിയേ. ഒരു നുള്ള് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചുവന്നുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 2-3 വറ്റൽമുളക് കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. വറവായിട്ടുണ്ട്. ഇത് നേരെ ഈ ചെമ്മീനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 10 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ്. ചാറുകറിയായിട്ട് നല്ല രുചിയാണ്. കപ്പയുടെ കൂടെയൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടാണ് ഏറ്റവും സൂപ്പറും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് എഴുതണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്